സ്നേഹപ്പെട്ട എല്ലാവർക്കും ബന്ധത്തിലേക്ക് സ്വാഗതം. അപ്പൻ്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സങ്കീർത്തനം 103:13 വാക്യം. സങ്കീർത്തനക്കാരൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിന് തൻ്റെ മക്കളോട് സങ്കീർത്തനം 103:13 പറയുന്ന പോലെ സഹാനുഭൂതിയും മനസ്സിലും നിറഞ്ഞ സ്നേഹമാണുള്ളത്. മനുഷ്യജീവിതത്തിൽ നിന്നുള്ള ഒരു രൂപകം ഉപയോഗിച്ച് ദാവീദ് ദൈവസ്നേഹത്തെ ചിത്രീകരിച്ചു. ഒരു നല്ല പിതാവ് തൻ്റെ മക്കളെ പരിപാലിക്കുന്ന പോലെ ആദരമാണെന്ന് അവൻ പറയുന്നു. വാക്യം 17. ഒരു മനുഷ്യൻ്റെ പിതാവ് തൻ്റെ മക്കളോട് അനുകമ്പ കാണിക്കുന്ന പോലെ നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവം തന്നെ ഭയപ്പെടുന്നവരോട് സ്നേഹവും കരുതലും കാണിക്കുന്നു. തൻ്റെ ജനത്തോട് സഹതപിക്കുന്ന മനസ്സുള്ള ഒരു പിതാവിനെയാണ് നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം ബലഹീനത ആയിരിക്കുകയും ജീവിതത്തിൻ്റെ മുറിപ്പാടുകൾ നിമിത്തം നാം സ്നേഹിക്കപ്പെടാത്തവരാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ നമ്മോടുള്ള നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം വിശ്വാസം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ രക്ഷയ്ക്കായി നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു തരുവാൻ 1 യോഹന്നാൻ 3:16 വേണ്ടി തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് അവൻ തൻ്റെ മനസ്സിൽ പ്രകടമാക്കി. ഈ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അനുഭവിപ്പാൻ മാത്രമല്ല, ക്രൂശിലേക്ക് നോക്കി അത് കാണുവാൻ കഴിയും. നമ്മുടെ ബലഹീന സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ടായിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? എബ്രായർ 4:15 വാക്യം. അത് തെളിയിക്കാനുള്ള മുറിപ്പാടുകൾ അവൻ്റെ പക്കലുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതിനും അവരുടെ സ്നേഹം അനുഭവിച്ചും തമ്മിലുള്ള വിടവ് നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? നമ്മുടെ മഹാപുരോഹിതനായ യേശുവിനെ നിങ്ങളെ എല്ലാ മുറിവുകളുടെയും മനസ്സലിവുകളെയും കാണിപ്പാൻ കഴിയുന്നതെന്ന് നിങ്ങൾ എന്ത് വികാരമാണ് ഉളവാക്കുക? പ്രാർത്ഥിക്കാൻ. സ്വർഗീയ പിതാവേ, എന്നോടുള്ള അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ സ്നേഹത്തിന് നന്ദി. അങ്ങയുടെ മഹത്വത്തിനായി എൻ്റെ മുറിപ്പാടുകൾ ഉപയോഗിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നിറയ്ക്കട്ടെ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. ജീസസ് നെയിം. ആമേൻ.